എന്തായാലും ഇന്നത്തെ പണിപ്പുര ടാസ്ക് പോലെ അസലായിട്ട് കയ്യിൽ പോക്കിയിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ച് പേടിച്ചിട്ട് ഫുൾ സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഡെയിലി ഉള്ള ഒരു അപ്ഡേറ്റ്സ്, അതായത് 24/7 ലൈവ് കണ്ടിട്ടുള്ള ഫുള്ളുള്ള വീഡിയോ അല്ല, അതിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളുടെ എൻ്റെ ഒരു അഭിപ്രായം, ഒരു സാധാരണ ഒരു പ്രേക്ഷകി എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള ഒരു വീഡിയോ ഇന്ന് തൊട്ടിട്ട് ചെയ്യാനാണ് പ്ലാൻ. ഈ പ്രാവശ്യത്തെ ലാലേട്ടൻ പറഞ്ഞത് 8ന്റെ പണിയല്ല 7ന്റെ പണിയെന്നാണ് പറഞ്ഞത്. അതുപോലെ പുതിയ സ്ട്രാറ്റജി, പുതിയ ഗെയിം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പണ്ടത്തെ നിന്ന് മാറ്റിയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കൂടുതലായിട്ട് പറയണില്ല, നമുക്ക് നേരെ വീഡിയോക്ക്. ഫസ്റ്റ് തന്നെ എനിക്കതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെ ഒരു കോമണർ എന്ന നിലയിൽ വന്ന അനീഷിനെ പറ്റിയാണ്. സത്യം പറയുകയാണെങ്കിൽ ആ ഗെയിം കൊണ്ടുപോണത് ഇപ്പം അനീഷ, വേറെ ആൾക്കാർക്കൊന്നും ഒരു കണ്ടന്റ് ഇല്ല. എന്താ പറയുക, ഒരു ഓനെ ചുറ്റിപ്പറ്റി നടക്കുക, എന്നിട്ട് അതിൽ ഓൻ്റെ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കി നടക്കുക. ചിലവർ പറയും കിച്ചൺ ടീമിക്ക് പോകുമ്പോൾ കിച്ചണിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇന്ന് ഓല് കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടി കയറി കിച്ചൺ ടീമിൽ അനീഷ് വന്ന്, പക്ഷേ അനീഷ് അവിടുന്ന് സ്കോർ ചെയ്തുകൊണ്ട് നിൽക്കുക. ഓരോ കാര്യം പറഞ്ഞിട്ട് ഫുൾ ക്യാമറ ഫോക്കസ് ഒക്കെ അനീഷിനെ കിട്ടുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ അനീഷത്തൊക്കെ ആണെങ്കിൽ ഈ അനീഷിൻ്റെ ബാക്ക് നടന്നിട്ട് എന്തെങ്കിലും വള്ളി കിട്ടുക, എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമോ, ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നടക്കുന്നുണ്ട് അനീഷല്ല നമ്മുടെ ശരത്തൊക്കെ. സത്യം പറയുകയാണെങ്കിൽ രേണുസുധീനൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആള് സീനേക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ രേണുസുധി ഒന്നും സീനിലേ അല്ല. രേണു ആണെങ്കിലും പിന്നെ ഇപ്പോൾ റെന ഫാത്തിമ ആണെങ്കിലും ഒന്നും ക്യാമറ സ്പേസ് തന്നെ കിട്ടുന്നില്ല. ഒരു റോളും ഇല്ലാത്ത പോലെ കളിക്കണേ. അനീഷിനെ പറ്റി പറയുകയാണെങ്കിൽ അനീഷ് ലൈവ് കാണുമ്പം സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ വെറുപ്പിക്കും. ഇങ്ങനെ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് ഭ്രാന്ത് പിടിക്കെങ്കിലും, പക്ഷെ ആ ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ഒരു കോമണർ എന്ന നിലയിൽ എനിക്ക് ഇത്ര വരെയുള്ള ഒരു സീസണിൽ ബെസ്റ്റായിട്ട് നന്നായി കളിക്കുന്ന ഒരു പ്ലെയറാണ് അനീഷെന്ന് തോന്നുന്നുണ്ട്. ബെസ്റ്റ് അത്യാവശ്യം നല്ലോണം മുമ്പോട്ട് പോകാനും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ അനീഷാണ് ഇപ്പോൾ അവിടെ മെയിനായിട്ട്. പിന്നെ ഷാനവാസ് പറയുകയാണെങ്കിൽ ഷാനവാസും കുഴപ്പമില്ല, നല്ലൊരു പ്ലെയറാണ്. അക്ബർ ആണെങ്കിലും നല്ല പ്ലെയേഴ്സാണ്. ബട്ട് അവർക്കൊന്നും ഒരു കണ്ടന്റ് ഇത് തരാൻ പറ്റുന്നില്ല, ഒരു ഔട്ട്പുട്ട് ഇങ്ങോട്ട് തരാൻ പറ്റുന്നില്ല കണ്ടിരിക്കാൻ. ഈ ബിഗ് ബോസ് തന്നെ കുറേ ചാൻസ് കൊടുക്കുകയാണെങ്കിലും ഇവർക്കൊന്ന് യൂസ് ചെയ്യാൻ അറിയില്ല. വെറുതെ എന്തൊക്കെയൊക്കെ ശരത്താണെങ്കിലും അഭിലാഷാണെങ്കിലും ഒക്കെ ആദ്യമൊക്കെ എന്തോ ഭയങ്കര കച്ചറുണ്ടാക്കി ഇതാക്കി പറയുന്നതാണ് ഹീറോയിസം, അതാണ് മെയിൻ സംഭവം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ശരത്. അപ്പാനി ശരത്തൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് നമ്മൾ നോർമലി പറയുന്ന കാര്യത്തിനൊക്കെ വെറുതെ വള്ളി കയറി പിടിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത സംഭവത്തിനൊക്കെ റിയാക്ട് ചെയ്യണത്. നമ്മൾ വിചാരിക്കും എന്ത് സംഭവം. ആ ജയിലിലൊക്കെ പോയ സമയത്ത് ഇതിപ്പോൾ ഇത്രയും കാര്യമാക്കാണ്ടോ, വെറുതെ കണ്ടന്റ് ലെവലിക്ക് ഒന്നും ഉണ്ടാക്കാനും പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയിലൂടെ പോണ പോലെ തോന്നുക. അനീഷാണ് പിന്നെ ഈ ഒറ്റയാൻ സ്ട്രാറ്റജി. ആരും ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞിട്ടോ ഒരകലം വെച്ചിട്ടേണോ സംസാരിക്കുകയുള്ളൂ, അതാണ് മെയിൻ, അങ്ങനെയാണ് നടക്കുന്നത്. ബട്ട് ആള് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമാണ് പറയണത് തോന്നും, പക്ഷെ കുറച്ചൊക്കെ നല്ല അത്യാവശ്യം വെറുപ്പിലുണ്ട് എന്തായാലും. ബട്ട് ആളാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗെയിമിൽ കുറച്ചെങ്കിലും ഒരു ഇതാക്കിയിട്ട് മുമ്പോട്ട് പോകണം. പിന്നെ അതുപോലെ ഗിസേലാണെങ്കിൽ ബിഗ് ബോസ് എല്ലാ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ ലിപ്സ്റ്റിക്, കൺസീലർ അതൊക്കെ ഇപ്പോഴും കൊടുക്കാനൊരു പേടി ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്ന്. അതുകൊണ്ട് ഇന്നിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ഇനി തൊട്ടിട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങളൊരു ഗസ്റ്റ് പോലെ വെച്ചിട്ട് നിങ്ങൾക്കുള്ള ഫുഡ് അതൊക്കെ തരാം, അല്ലാണ്ട് ബിഗ് ബോസിന് ഒരു ഗെയിം എന്ന നിലയിൽ ഇനി പ്രോഗ്രാം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. കാരണം ഇവർ ബിഗ് ബോസിൻ്റെ റൂളൊന്നും വില വെക്കാണ്ട് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇതിലിങ്ങനെ കളിക്കുന്ന പോലെ തോന്നി. ഒരു ഗെയിമിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊന്നുമല്ല ഇവർ കാണുന്നത്. ജസ്റ്റ് ചുമ്മാ വെറുതെ വെറുതെ ഓരോ കാര്യം പറഞ്ഞ് അടി ഉണ്ടാക്കുക, ഇങ്ങോട്ട് അടി ഉണ്ടാക്കുക. ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ആരും നോക്കണില്ല, ആർക്കും പറ്റണില്ല. നെവിനും പിന്നെ ആര്യനൊക്കെ ആണെങ്കിൽ തന്നെ ഇന്ന് കുറച്ച് നെവിൻ പിന്നെ ഈ മോഷണം വന്ന് ലാലേട്ടൻ ഒന്ന് സപ്പോർട്ട് ചെയ്തപ്പം ഇപ്പോൾ ഫുൾ മോഷണത്തുമൊക്കെ തന്നെ പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ആര്യനാണെങ്കിലും ആര്യൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരുടെ കാര്യത്തിലും ഇടപെടാനും ഉണ്ട്, എന്നാലും എല്ലായിടത്തും ഒരു മീഡിയം ആയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്, എന്നാലും നന്നായിട്ടൊന്നും കൂടെ ബെറ്ററായി വരണം തോന്നുന്നുണ്ട്. ഗിസയിലാണെങ്കിലും നല്ലൊരു പ്ലെയറാണ് തോന്നുന്നുണ്ട്. ഹിന്ദിയിൽ സീസൺ 9
ബിഗ് ബോസിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് തോന്നാൻ മാത്രം ഉള്ളൊരു പ്ലേ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ഹോട്ട് സീറ്റ് മറ്റേ ഇതിൽ നിന്ന് വന്ന സരിക കെ ബിക്കാണെങ്കിലും അത്യാവശ്യം നല്ലോണം പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സരിക കെ ബി. ബട്ട് ആർക്കും ആ ഒരു സ്പേസ് ആരും എന്തൊക്കെ അനീഷിനെ മാത്രം കോർണർ ചെയ്ത് അവനെ ട്രിഗർ ചെയ്തിട്ട് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ, സ്പേസ് കിട്ടുമോ, അതാണോ എന്തൊക്കെ അങ്ങനെയാണ് മെയിനായിട്ട്. ഇവർ ഗെയിമിൻ്റെ ഒരു പ്ലാനും ആ ഒരു മൈൻഡ് വെച്ചിട്ടല്ല അവർ ഗെയിം കളിക്കുന്നത്. അവർ വേറെ എന്തൊക്കെയോ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്നില്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നില്ല. രേണുസുതിക്കൊന്നും ഒരു വോയിസും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുക. ഈ നമ്മൾ പുറത്തുനിന്ന് വരുമ്പം ആ ഇൻ്റർവ്യൂ അതൊക്കെ കാണുമ്പോൾ നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ എന്നൊക്കെ, അതുപോലെ സരിക കെ ബിൻ്റെ കുറേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഇന്നത്തെ പണിപ്പുര ടാസ്ക് പോലെ അസലായിട്ട് കയ്യിൽ നിന്ന് പോക്കിയിട്ടുണ്ട്. കാരണം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയ, നല്ലോണം ഇതാക്കാം, ബുദ്ധിപരമായിട്ട് നന്നായി ചെയ്യാൻ പറ്റിയൊരു സംഭവം. എന്തോ ഒരു പേഴ്സണൽ എന്താണെന്നറിയില്ല, അവർക്ക് കളിക്കാൻ അറിയാണ്ടാണോ, ഇവർ ആ ഒരു ഗെയിമിൻ്റെ ലെവലിലേക്ക് ഇവർ ചിന്തിച്ചെത്തായിട്ടാണോ എന്നൊന്നും അറിയില്ല. ആ ഒരു ചാൻസ് നല്ല പോലെ ഇവർ യൂസ് ചെയ്യാണ്ട് ചുമ്മാ കളിഞ്ഞുണ്ട്. മെയിനായിട്ട് ഇവർ എല്ലാവരും ഒറ്റൊരാളെ ഫോക്കസ് ചെയ്തിട്ട്, അനീഷിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവരെ ഗെയിമും എല്ലാം മുമ്പോട്ട് പോകുന്നത്. ആ അനീഷിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നേരെ മറിച്ച് അനീഷിന് എന്നാൽ ഒരു പണിപ്പുര ടാസ്കിൽ ഒരാൾക്ക് അങ്ങനെ കൊടുത്താലും മേ ബി അടുത്ത നെക്സ്റ്റായിട്ട് അവർക്ക് ചാൻസ് കിട്ടിയിട്ട് ഇവർക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കേണ്ടി. ബട്ട് അതൊന്നും യൂസ് ചെയ്യാണ്ട് ഇനി നാളെ എന്തെങ്കിലും സംഭവിച്ചാലോ അത് അങ്ങനെ വിചാരിച്ച് പേടിച്ചിട്ട് ഫുൾ സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ക്യാപ്റ്റൻ ഷാനവാസിനി എങ്ങനെയാവുന്നൊന്നും അറിയില്ല. എന്തായാലും പണ്ടത്തെ ക്യാപ്റ്റനെ പോലെ ആവില്ല എന്നൊക്കെയാണ് പറയണത്. ബട്ട് എന്തായാലും നോക്കാം. ഇതുവരെ ഇന്നത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കിയിട്ട് ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ പറയേണ്ടടുത്ത് പറഞ്ഞ് നിൽക്കേണ്ടടുത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്നത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മളെ രേണുവൊക്കെ വരുമെന്ന്. ബട്ട് അവർ വന്ന്, കാരണം അവർക്കൊന്നും ഒരു സ്പേസ് ഇല്ല. പിന്നെ ഇവർക്ക് വോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ചെയ്യുക, എന്താ ചെയ്യുക, ഒരു ഗെയിം പ്ലാനായിട്ടോ ഒന്നും ഒരു ഗെയിം ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ഒന്നിനും ട്രൈ ചെയ്യണില്ല. ഒന്നിനും എല്ലാം അറിയാനായിട്ടാണോ ബിഗ് ബോസ് നല്ല കാര്യം കൊടുത്താലും അത് യൂസ് ചെയ്യാൻ അറിയില്ല, അതെങ്ങനെ കണ്ടൻ്റ് ആക്കാൻ അറിയില്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ളൊരു സംഭവം കിട്ടുന്നില്ല ആൾക്കാരുടെ അടുത്ത് നിന്ന്. ആകെ അതിലുള്ള ഒരാളെന്ന് പറയുകയാണെങ്കിൽ അനീഷിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അപ്പനെ നടക്കുന്നത്. എന്തെങ്കിലും കിട്ടുമോ നോക്കി ഇങ്ങനെ നടക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ആളെ കോർണർ ചെയ്തിട്ട് ഷൗട്ട് ചെയ്ത് ഇതാക്കുക. അപ്പോഴും സ്പേസ് പോകുന്നതും ഇത് കിട്ടുന്നതും അനീഷിനാണ്. അത് ഇതിൽ മനസ്സിലാക്കില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറുതെ എന്തോ കളിക്കുന്ന പോലെ. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ ലാലേട്ടൻ വന്ന് പോയി പറഞ്ഞ് ലാലേട്ടനൊരു ഹിൻ്റൊക്കെ കൊടുത്ത്, പക്ഷേ ഇവർ എന്നിട്ടും അത് കാര്യമാക്കണമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഗെയിമിലേക്കും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാതും എടുക്കാനും ഇതിലൊക്കെ ഇവർക്ക് ഇനി പറ്റുമോ നോക്കുക. ആ ഒരു ഇതിലെടുത്ത് പോവുകയാണെങ്കിൽ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റിയ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിലുണ്ട്. ഇപ്പം സരിക കെ ബി ആണെങ്കിലും ഷാനവാസ്, ആര്യൻ, ഗിസേൽ, അതുപോലെ രേണുസുതിയൊക്കെ നന്നായിട്ടൊന്ന് പ്ലേ ചെയ്താൽ സെറ്റപ്പ് ആവും കളി. ബട്ട് ഇവരാരൊന്നും ട്രൈ ചെയ്യണില്ല എന്നുള്ളൂ. അനീഷൊക്കെ ആസ് എ കോമണർ എന്ന നിലയിൽ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയലാണേ. പിന്നെ ഇവരൊക്കെ വിചാരിച്ചാൽ തന്നെ ഒന്നും കൂടെ സെറ്റപ്പ് ആക്കാൻ പറ്റും. ഗിസേലൊക്കെ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ വെറുപ്പിക്കലില്ല. അനീഷൊക്കെ വെറുപ്പിക്കുന്ന സംഭവം അത് ഇവരുടെ അടുത്തില്ല, ഗിസേലിൻ്റെ അടുത്തുനിന്ന് കേട്ടോ. അതുപോലെ അപ്പാനെയൊക്കെ വെറും എന്തോ ചീത്ത പറഞ്ഞാലാണ് സംഭവം, ട്രിഗർ ആയാലാണ് സംഭവം എന്ന് വിചാരിച്ച് എന്തൊക്കെ വിളിച്ച് അങ്ങനത്തെ ഒരു ഇത് ഇന്നൊക്കെ കുറച്ച് കുറവുണ്ട് അത്. പിന്നെ അതുപോലെ നെവിനാണെങ്കിലും മോശനാണ് സംഭവം. ഇന്നലെ ലാലേട്ടനും സപ്പോർട്ട് ചെയ്തപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഒരു ഇതിന് സെയിം സംഭവം കൊണ്ടുവന്നാൽ ആര്യനൊക്കെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വരുന്ന പോലെ തോന്നി. അതാണ് ഇന്നത്തെ സംഭവം. അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ 2 എവിക്ഷന് ചാൻസ് ഉണ്ട്. ഒന്ന് മിഡ് വീക്ക് എവിക്ഷനും പിന്നെ ലാസ്റ്റ് വീക്കും. എന്തായാലും ആരൊക്കെ പോകില്ല എന്നൊക്കെ കണ്ടറിയാൻ പറ്റും. എനിക്ക് ഒന്നും പറയാനുള്ളൂ, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർ ഒന്നും കൂടെ പ്ലേ ചെയ്യണമെന്നാണ്. ഇവരൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒന്നും മര്യാദയ്ക്ക് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണില്ല. കണ്ടൻറ് ഇല്ല. ബിഗ് ബോസ് കൊടുക്കുന്ന സംഭവം തന്നെ ഇവർ വെറുതെ കെയർലെസ് ആയിട്ട് ഒരു ബിഗ് ബോസിനൊരു വാല്യൂ ഇല്ലാണ്ട് ഒരു
ഗെയിം പ്ലാൻ ഇല്ലാണ്ട് എന്തൊക്കെയോ കളിക്കുന്ന പോലെ തോന്നി. ഒരാൾക്കും ഒരു നല്ലൊരു ഗെയിം കളിക്കാൻ പറ്റാത്ത പോലെ തോന്നുക. എന്താണെന്ന് അറിയില്ല. ഒന്നും കൂടെ നമുക്ക് ഫസ്റ്റ് വീക്ക് ആയിട്ടല്ലേ ഉള്ളൂ, ഇനി അങ്ങോട്ടേക്ക് എല്ലാവരും ബെറ്ററായി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് പറയാം. അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്നും കൂടെ ബെറ്റർ ആക്കാമല്ലോ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വേറെ നാളെ എന്താവും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.